ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഒരു ലേറ്റസ്റ്റ് മലയാള മൂവിയായ പാതിരാത്രി. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് ഫസ്റ്റ് ചാനൽ സേഫ് അല്ലാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്. എന്നാൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മനോഹരമായ ഒരു സ്ഥലം കാണിക്കുന്നത്. അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് ഒരു ടോബി എന്ന് പറഞ്ഞ പയ്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ടോബി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു മരം ഉണ്ട്, ആ മരത്തിന് നോക്കി എന്തോ പേടിച്ച പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട് വന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഡാ നോക്ക്, ആ മരത്തിൽ എന്തോ ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് അത് കാണാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ തന്നെ അവൻ പറഞ്ഞു, നിനക്ക് ബോധം കൂടുതലായിട്ട് നീ ഓരോ പിച്ചും പെയ്യും പറയുന്നതാ, വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ടോബിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുക. ഈ ടോബിന്റെ കണ്ണിൽ മാത്രം അങ്ങനെ ഒരു രൂപം കാണാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവന് അത് കണ്ട് പേടിച്ച് ഭയന്ന് അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അടുത്ത സീനില് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനെ കാണിക്കുന്നത്. അവിടെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി പോലീസ് ഓഫീസർ ഉണ്ട്. അവളുടെ പേര് നാൻസി. ഇവളാണ് നമ്മുടെ സിനിമയുടെ ഹീറോയിൻ. നാൻസി ഇപ്പൊ ഒരു കള്ളനെ പിടിച്ചിട്ട് വന്നിട്ട് അടിച്ച് അവനെ പരിപ്പാക്കുകയാണ്. ചെറിയൊരു കള്ളനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പേഴ്സണൽ ലൈഫിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് ഫെലിക്സ് ആയിട്ട് ഇവൾക്ക് പൊരുത്തപ്പെടാനേ കഴിയുന്നുണ്ടായില്ല. ഫെലിക്സും ഈ മാരേജ് ലൈഫ് ഇഷ്ടപ്പെടാതെ നാൻസിനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാതെയാണ് ഇവരുടെ മാരേജ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാൻസി മാനസികമായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവളുടെ ദേഷ്യം മുഴുവനും ഇങ്ങനെയുള്ള ഓരോ പ്രതികളോടാണ് നാൻസി തീർത്തിരുന്നത്. ഇതേ സ്റ്റേഷനിൽ തന്നെ കോൺസ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹരീഷ്. ഇവനാണ് നമ്മുടെ സിനിമയുടെ ഹീറോ. ഹരീഷിന്റെ ലൈഫും ഫുള്ള് പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. വൈഫ് ഇയാളെ ഉപേക്ഷിച്ചു പോയതാണ്. ഹരീഷിന് നല്ലൊരു സുന്ദരിയായ കൊച്ചു മോളും കൂടെ ഉണ്ടായിട്ടോ. എന്നാൽ അവളെയും കൂട്ടിയിട്ടാണ് ഇയാളുടെ വൈഫ് ഇയാളെ വിട്ടിട്ട് പോയിട്ടുണ്ടായത്. എന്നിരുന്നാലും ഹീറോയിനും അവരുടെ പേഴ്സണൽ ലൈഫിൽ സമാധാനം ഇല്ലെങ്കിലും ഡ്യൂട്ടിയിൽ എപ്പോഴും കറക്റ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നാൻസിനെയോ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് അയക്കാണ്. ഒപ്പം ഹരീഷും ഉണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് പെട്രോളിങ്ങിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു കാടിന്റെ ഉള്ളിൽ ഒരു കാറ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് ഹരീഷ് ശ്രദ്ധിക്കുക. അങ്ങനെ അവർക്ക് ആ കാർ അങ്ങനെ നിർത്തിയിട്ടതിൽ ഒരു സംശയം തോന്നിയിട്ട് അതിനുള്ളിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാള് പോലീസ് വരുന്നത് കണ്ട് പേടിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ്. അയാൾ നാൻസിയും ഹരീഷും ഫോളോ ചെയ്തിട്ട് പിന്നാലെ തന്നെ അയാളുടെ പിറകെ ഓടുക. അങ്ങനെ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരുട്ടിൽ പെട്ടിട്ട് ആ കാട്ടിന്റെ നടുവിലുള്ള ഒരു വലിയ കുഴിയിലെ അതിലേക്ക് അയാൾ വീണു പോവുകയാണ്. നാൻസി അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരീഷ് അത് എതിർത്തിട്ട് വേണ്ട മാഡം, അത് വലിയൊരു കുഴിയാ, അതിനുള്ളിൽ വീണവരാരും തിരിച്ചു കിട്ടൂല, നമ്മൾ ഇവിടെ വന്നതും നടന്നതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല, ഇത് ഇവിടെ വിട്ടിട്ട് പോകുന്നതാ നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് കേട്ടിട്ട് നാൻസിയും എന്താക്കുകയാണ്, ഇയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. എന്നാൽ കാറിനുള്ളിൽ വേറൊരാളും കൂടിയുണ്ട്. അയാൾ എന്തായാലും നമ്മളെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് എന്തായാലും നമ്മൾ പെടുമെന്ന് നാൻസി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹരീഷ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നാൻസിനെ സമാധാനിപ്പിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനില് അടുത്ത ദിവസം രാവിലെ ഇവരുടെ സ്റ്റേഷനിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ വന്നിട്ട് അവളുടെ ഹസ്ബൻഡിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇത് കേട്ടത് നാൻസി പേടിച്ചിട്ട് ഇന്നലെ ആ കുഴിയിൽ വീണ ആളായിരിക്കും ഇത് എന്ന് സംശയിക്കുകയാണ്. അവരുടെ കംപ്ലൈന്റ് വാങ്ങി ഇവർ രണ്ടാളും തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്യുകയാണ്. ഈ കാണാതെ പോയ ഈ സ്ത്രീയുടെ ഹസ്ബൻഡിന്റെ പേര് അൻസാരി എന്നായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രി അയാളെ കണ്ട ആ കാടിനുള്ളിലെ അവിടെ തന്നെ പോയിട്ട് ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി ഓടിച്ച ആളുണ്ടല്ലോ, അയാൾ പോയിട്ട് വീണ ആ കുഴിയിൽ നിന്നും അവിടെയുള്ള ജനങ്ങള് ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ ബോഡിയുടെ ഉടമയുടെ പേര് അൻസാരി എന്നായിരുന്നു. അതായത് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്ത ആ പ്രഗ്നന്റ് ലേഡിയുടെ ഹസ്ബൻഡ് ഇല്ലേ, അയാളെ തന്നെയായിരുന്നു ഇവർ ഇന്നലെ ഓടിച്ചിട്ട് ആ കുഴിയിൽ വീണ് മരിച്ചുപോയ. ഇത് കണ്ടിട്ട് നാൻസി ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഹരീഷ്, പേടിക്കരുത് മാഡം, നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ല, ഒന്നും അറിയാത്ത പോലെ നമുക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ മോട്ടിവേറ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ കേസ് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ തന്നെയാണ് അന്വേഷണത്തിന് കിട്ടുന്നത്. അങ്ങനെ ഈ അൻസാരി എന്തിനാ ഈ കാട്ടിനുള്ളിൽ വന്നതോ അതുമായുള്ള പോലീസിനെ കണ്ട് എന്തിനാ അയാൾ ഓടി രക്ഷപ്പെട്ടതോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാൻസി ആ പ്രഗ്നന്റ് ലേഡിയുടെ വീട്ടിലേക്ക് തന്നെ പോവുക. എന്നാൽ ഹസ്ബൻഡ് മരിച്ച സങ്കടത്തില് അവള് തകർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നാൻസി അവളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്തിനാ അയാൾ ആ കാട്ടിനുള്ളിൽ കാറ് കൊണ്ടിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായെന്നൊക്കെ ചോദിച്ചപ്പോ അവള് ഫുൾ ഇമോഷണൽ ആയിട്ട് എനിക്ക് ഒന്നും അറിയില്ല എന്ന് മറുപടി
മറുപടി പറയാണ്. ഇത് കേട്ടിട്ട് നാൻസി ആ വീട് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ അവിടെ അവർ രണ്ടാളും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇവൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ട് നാൻസി സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ നാൻസിനെ പുതിയൊരു ട്വിസ്റ്റ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം ഇവരുടെ മേലധികാരിയായ സുരേഷിന് കൈമാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം നാൻസിയും ഹരീഷും ഇന്നലെ രാത്രി നൈറ്റ് പെട്രോളിങ്ങിന്റെ ഇടയിൽ ആ സംഭവ സ്ഥലം ക്രോസ് ചെയ്തു പോയത് അവിടെയുള്ള ഒരു CCTV ഫുട്ടേജിൽ ക്യാപ്ചർ ആയിട്ടുണ്ടാവും. സോ എന്തോ ഒരു സംശയം ഇവർ രണ്ടാളും അവിടെ ഉള്ളപ്പോഴാണ് ഇത് നടന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് എന്തോ മറക്കുകയാണ്. അതിനാൽ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിനായി സുരേഷ് എന്ന ഈ ഒരു ഹയർ ഓഫീസറെ കൊണ്ടുവന്നിട്ട് ഡിപ്പാർട്ട്മെന്റിലെ പുതിയൊരു കേസ് അന്വേഷണം തുടങ്ങുകയാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സുരേഷിന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും അത്തരത്തിൽ ഭയങ്കരനായ ഒരാളായിരുന്നു ഈ സുരേഷ്. അങ്ങനെ സുരേഷ് നാൻസിനെയും ഹരീഷിനെയും വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസ് വലിയ സീരിയസ് ഇഷ്യൂ ആവുകയാണ്. ഹീറോയും ഹീറോയിനും ഈ സമയത്ത് കാടിനുള്ളിൽ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരേഷ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ കേസിൽ പെടുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇവിടെയാണ് ഈ സിനിമയുടെ ഇന്റർവെല്ലിന് ശേഷം നമുക്കറിയാം നാൻസിക്കും ഹരീഷിനും എന്താണ് സംഭവിച്ചത്, ഈ കേസിൽ അവർ കുടുങ്ങിയോ, അൻസാരിയുടെ മരണത്തിന് കാരണം ആരാണെന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഇന്റർവെല്ലിന് ശേഷം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണണേ. ഇന്റർവെല്ലിന് ശേഷം നമ്മുടെ നാൻസിയും ഹരീഷും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാൻസിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാള് ഓൾറെഡി ഇവളുമായിട്ടുള്ള മാരേജ് ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നവും കൂടെ കിട്ടപ്പോ അയാള് നമ്മുടെ നാൻസിനെ ഉപേക്ഷിച്ചിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ച് ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് നാട് വിട്ട് പോവുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോ നമ്മുടെ ഹീറോയിൻ മെന്റലി ഫുള്ളായിട്ട് തകർന്നു പോവുകയാണ്. അങ്ങനെ ഫുള്ള് ഡിപ്രഷനിലേക്ക് പോകുന്ന നമ്മുടെ ഹീറോയിന് ഏക ആശ്വാസമായിട്ടുണ്ടായത് നമ്മുടെ ഹീറോ ആയ ഹരീഷ് മാത്രമായിരുന്നു. എന്നാൽ ഹരീഷും ഇപ്പൊ ഫുള്ള് തകർന്നിട്ടുണ്ടായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വൈഫ് പോകുമ്പോ അയാളുടെ മകളെയും കൂട്ടിയിട്ടാണല്ലോ പോയെ. അതുകൊണ്ട് തന്നെ മകളെ കാണണമെങ്കിൽ അവരുടെ പെർമിഷൻ ഇയാൾ വാങ്ങേണ്ട വരുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയും ഹീറോയിനും രണ്ടാളും ഫുള്ളായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് കടന്നു പോകുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഇവർ മറികടക്കണമെങ്കിൽ ആരാണ് ശരിക്കും അൻസാരിനെ കൊന്നത് എന്ന് ഇവർ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോവേണ്ടി വരും. അതുകൊണ്ട് രണ്ടുപേരും ഈ കേസ് ഇവരെ തന്നെ ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇറങ്ങുകയാണ്. അങ്ങനെ അൻസാരി ആരാണെന്നും അൻസാരിന്റെ കൂടെ അന്ന് കാറിൽ വേറൊരാൾ ഉണ്ടായല്ലോ, അയാളാണല്ലോ അവിടുന്ന് കാറും എടുത്തിട്ട് പോയത്. അതുകൊണ്ട് അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ ഇതിനുള്ള എല്ലാ സത്യങ്ങളും തെളിയുന്നതുകൊണ്ട് ഇവർ പിന്നീട് അൻസാരിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ കേസ് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു കോൺസ്റ്റബിൾ നമ്മുടെ ഹീറോയും ഹീറോയിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കോൺസ്റ്റബിൾ എന്നിട്ട് ഇവരോട് പറയാണ്, ഈ കേസിൽ സുരേഷ് എന്ന സാറ് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ കേസുമായിട്ട് അയാൾക്ക് എന്തോ ബന്ധമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാരണം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കാരണം എന്താന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നാൻസി ചോദിക്കുമ്പോഴോ ഈ കോൺസ്റ്റബിൾ പറയുന്നത്, നമ്മുടെ സുരേഷ് സാറിന് ഒരു മകളുണ്ട് അഞ്ജലി, അവള് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവള് കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഏക കാരണം ഈ അൻസാരിയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഈ നാൻസിക്കും ഹരീഷിനും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നാൻസി ചോദിക്കും, നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോ ഈ കോൺസ്റ്റബിൾ പറയോ, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ മകളായ അഞ്ജലിനെ പോയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് അവളോട് സംസാരിക്കും. അങ്ങനെ ഈ കോൺസ്റ്റബിൾ കേട്ടിട്ട് അടുത്ത സീനിൽ തന്നെ നമ്മുടെ നാൻസിയും ഹരീഷും കൂടെ അഞ്ജലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. പക്ഷെ ഈ അഞ്ജലി എന്ന് പറയുന്നത് അവളുടെ സ്വഭാവവും ക്യാരക്ടറും തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഒക്കെ ഇവള് ഈ നാൻസിനെയും ഹരീഷിനെയും ആയിട്ട് മീറ്റ് ചെയ്യുന്നതിൽ നിരസതയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങോട്ട് നോക്കും, മാഡം ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ നിങ്ങളെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ ലൈഫ് തന്നെ കോഞ്ഞാട്ടിയായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സഹായത്തിന് വേണ്ടിയിട്ട് അവളോട് അപേക്ഷിക്കുക. അതൊക്കെ കേട്ടിട്ട് സങ്കടം വന്നിട്ട് അഞ്ജലി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ അഞ്ജലി ഇവരോട് കുറെ കാര്യങ്ങൾ പറയാണ്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഴിയിൽ വീണ്ടും മരിച്ചുപോയ അൻസാരി ഉണ്ടല്ലോ, അൻസാരിയും അഞ്ജലിയും കോളേജ് ലൈഫിൽ തൊട്ട് തന്നെ പ്രണയിച്ചിട്ട് നടന്നിരുന്ന രണ്ട് കപ്പിൾസ് ആയിരുന്നു. എന്നാൽ അഞ്ജലിന്റെ ഫാദറായ ഈ സുരേഷ് ഉണ്ടല്ലോ, അയാള് ഇവരുടെ ലവ് സ്റ്റോറി ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഇവർ രണ്ടുപേരെയും പിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അൻസാരിന്റെ കൂടെ അഞ്ജലി ഒളിച്ചോടി പോകുന്ന ഇയാൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അയാൾ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മകളെയും കൂട്ടിയിട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും പിരിഞ്ഞത്. അതിനുശേഷം അൻസാരിക്ക് വേറൊരു കുട്ടിയായിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞു. ആ മാരേജിലുള്ള കുട്ടിക്കാണ് ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ പ്രഗ്നന്റ്
പ്രഗ്നന്റ് ആയിട്ടുള്ള തന്റെ വൈഫിനെ അൻസാരി ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് വരും. അവിടെ വെച്ചിട്ട് അൻസാരി നമ്മുടെ അഞ്ജലിനെ യാദൃശികമായിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പോഴാണ് അൻസാരിക്ക് അറിയാൻ കഴിഞ്ഞത് അഞ്ജലി ഇതുവരെ കല്യാണമൊന്നും കഴിക്കാണ്ട് ഈ അൻസാരിയെ തന്നെ ഓർത്തിട്ട് സിംഗിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോഴും ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിലും ആ പഴയ ലവ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായി. അങ്ങനെ അഞ്ജലി ഈ അൻസാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായി. ആ ടൈമിലായിരുന്നു ഈ കാട്ടിന്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടാലോ ഈ പോലീസുകാര്. അത് അഞ്ജലി അൻസാരിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് അവര് പുതിയൊരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തീരുമാനിക്കുകയാണ്. ആ പഴയ ലവ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസാരിക്ക് ഇപ്പോൾ ഒരു വൈഫ് ഉണ്ട്, അവൾ പ്രഗ്നന്റും കൂടിയാണ്. അത് മാത്രമല്ല ഇവരിങ്ങനെ സംസാരിക്കുന്നത് അഞ്ജലിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അൻസാരിനോട് അവിടുന്ന് പോവാൻ പറയും. അങ്ങനെ അൻസാരി പോവാൻ വേണ്ടിട്ട് കാറിൽ ഇറങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാർ വരുന്നത്. അത് ഇവളുടെ ഫാദർ ആണെന്ന് വിചാരിച്ചിട്ട് അൻസാരി ഓടുമായിരുന്നു. അങ്ങനെ ഓടുന്ന ടൈമിലാണ് അവന് ആ കുഴിയിൽ വീണിട്ട് അവനിക്കിപ്പോ മരണം സംഭവിച്ചത്. എന്നാൽ ഇതിന്റെ ഇടയിൽ ആ കാറിന്റെ ഉള്ളിൽ ഉണ്ടായ വേറൊരാളുണ്ടല്ലോ, അത് നമ്മൾ അഞ്ജലി ഇരുന്നല്ലോ. അപ്പൊ അഞ്ജലി ഇവരുടെ കണ്ണിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവളുടെ കാറും എടുത്തിട്ട് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ കാറ് അവിടെ കാണാതിരുന്നതും. അങ്ങനെ അഞ്ജലി അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നതും അവിടെ അവളുടെ അച്ഛന് അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛന് അവള് ആരും അറിയാണ്ട് പോയിട്ട് അൻസാരിനെ മീറ്റ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടായി. നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ നിനക്ക് വേണ്ട ശിക്ഷ ഞാൻ എന്തായാലും തരും, ഇതിന്റെ അപ്പുറം അവൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് ഈ അൻസാരിനെ പറ്റിയിട്ട് അഞ്ജലിന്റെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് ഈ അഞ്ജലി ഹീറോയോടും ഹീറോയിനോടും പറയും, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയതിനു ശേഷം അങ്ങോട്ടേക്ക് എന്റെ അച്ഛൻ വന്നിട്ടുണ്ടാവും, എന്റെ അച്ഛൻ തന്നെയായിരിക്കും ഈ അൻസാരിനെ കൊന്നത്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൻസാരി ആ കുഴിയിൽ നിന്ന് എങ്ങനെയൊക്കെ മേലെ കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യായിരുന്നു. ആ ടൈമിൽ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായ ഒരു തടിക്കഷ്ണം എടുത്തിട്ട് അവനെ തലക്കടിച്ചിട്ട് അവനെ കൊല്ലുമായിരുന്നു. ഈ അഞ്ജലി പറയാണ് ഉറപ്പായിട്ടും എന്റെ അച്ഛൻ തന്നെയാണ് അൻസാരിനെ കൊന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നാൻസിയും ഹരീഷും ഫുള്ളായിട്ട് ഷോക്ക് ആവുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്തിനാണ് ഈ സുരേഷ് ഇവർ രണ്ടുപേരെയും തലയിൽ ഈ ഒരു കേസ് ഇട്ടതും ഇവർ രണ്ടാളെയും സസ്പെൻഡ് ചെയ്തതും ഈ കേസിന്റെ പ്രതികളാക്കിയിട്ട് മാറ്റിയതും എന്നുള്ള എല്ലാ കാരണവും ഇതായിരുന്നു എന്ന് മനസ്സിലായത്. അതൊക്കെ കേട്ടിട്ട് അഞ്ജലി പറയും, ഇതിന് തന്നെ നിങ്ങൾ ഷോക്ക് ആവുകയാണോ? എന്റെ അച്ഛൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല, അയാൾ ഇതിനേക്കാളും വലിയ ക്രൂരതകളൊക്കെ ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് അയാളെ പാസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. 2014 നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട 4 ആൾക്കാര് കത്തി മരിച്ചിട്ടുണ്ടായി. ആ 4 ആൾക്കാരുടെ മരണത്തിന് പിന്നിലും ഇവരുടെ അച്ഛനായ സുരേഷ് ആയിരുന്നു. ആ കേസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ റിട്ടയർഡ് ആയിട്ട് കേരള തമിഴ്നാട് ബോർഡറിൽ പോയിട്ട് താമസിക്കുന്ന കോൺസ്റ്റബിൾ സഹദേവൻ ഉണ്ട്. അയാളെ പോയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അയാളെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സുരേഷ് എത്ര വലിയ ഒരു ദുഷ്ടനാണെന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനും ആ റിട്ടയർഡ് ആയിട്ടുള്ള സഹദേവൻ ഉണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ തന്നെയുള്ള വേറൊരു കോൺസ്റ്റബിൾ ഉണ്ട്, ഇയാൾ അറിയുന്ന, അയാളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോയതും ഇങ്ങനെ ഈ ഒരു പോലീസ് ഓഫീസർമാരായ 3 പേര് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ സഹദേവൻ ഫുൾ ആയിട്ട് ഞെട്ടിപ്പോവാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പിന്നീടും ആ നിലമ്പൂർ കേസിനെ പറ്റിയിട്ട് സംസാരിക്കാനേ തന്റെ അടുത്ത് തന്നെ ഇവർ വന്നെന്ന് അറിഞ്ഞത് പേടിച്ചിട്ട് ഈ സഹദേവൻ ഫുൾ ആയിട്ട് ഭയന്നു പോവുകയാണ്. എന്നാൽ നമ്മുടെ നാൻസിയും ഹരീഷും ഇയാളോട് വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഒരു അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ കൊന്നിട്ട് ഈ പോലീസ് ഓഫീസർ സുരേഷ് ഉണ്ടല്ലോ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെ ജോലി കളയാണ്. നിങ്ങൾക്ക് തന്നെ ഈ സുരേഷിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയൂ, അതുകൊണ്ട് എന്തിനാ അയാൾ അൻസാരിനെ കൊന്നത് എന്നുള്ള കാര്യം എന്താന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞങ്ങളെ സഹായിക്കണമെന്ന് ഇവർ പറയാണ്. അപ്പോ ഇതൊക്കെ കേട്ടിട്ട് സഹദേവന്റെ റിപ്ലൈ കേൾക്കുമ്പോൾ ഫുള്ള് വേറെ ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടാകുന്നത്. ആക്ച്വലായിട്ട് ഈ മരിച്ചുപോയ അൻസാരി ഉണ്ടല്ലോ അയാൾ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ കേസിൽ മരിച്ചുപോയ 4 ആൾക്കാരുടെ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് ഈ റിട്ടയർഡ് ഓഫീസറായ സഹദേവന്റെ അടുത്തേക്ക് ഹെൽപ്പും ചോദിച്ചിട്ട് അൻസാരി കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്യാൻ വന്ന ഈ അൻസാരിനോട് സഹദേവൻ അവനക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2014 ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടൈലർ വന്നിട്ടുണ്ടായി. അയാൾ വന്നതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മകളെ കാണുന്നില്ല എന്നൊരു കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു. എന്നാൽ ഈ കംപ്ലൈന്റ് കണ്ടതും അവിടെയുള്ള പോലീസ് ഓഫീസറായ
ആയിരുന്നു അപ്പൊ സുരേഷ് പറഞ്ഞു അവള് ആരെ കൂടെയെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കായിരുന്നു. അങ്ങനെ അയാൾ ഫുള്ളായിട്ട് സങ്കടത്തില് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോ കാണാതെ പോയ അവളുടെ മകള് അയാളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടായി. പക്ഷെ അവള് എന്തോ ഒരു ഫുള്ള് തകർന്നു പോയ ഒരു രീതിയിൽ ആയിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായേ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇയാളുടെ ഈ മൂത്ത മകളെ ആരാണ് കടത്തിക്കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വലിയൊരു പൈസക്കാരനായ ആളായിരുന്നു. അങ്ങനെ ഇവളെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് അവളെ ബലാത്സംഗം ചെയ്തിട്ട് ഇപ്പോ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടതാണ്. ഈ കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾ കുടുങ്ങുന്നുള്ളത് കൊണ്ട് തന്നെ അയാള് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അയാളെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവര് ഈ കേസ് മാറ്റി എഴുതുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈലർ അയാളുടെ മകളെ ഇങ്ങനെ ഒരു റേപ്പ് കേസിൽ പെടുത്തിയിട്ട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു കേസ് കെട്ടി പടർത്തുണ്ടാക്കുകയാണ്. ആ കാര്യം ഈ സ്ഥലം മൊത്തം അറിഞ്ഞിട്ട് ഈ ടൈലർ ഫുള്ളായിട്ട് തകർന്നു പോയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം ഇയാൾ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ വൈഫും കുട്ടികളും 2 കുട്ടികളും ഇയാളും തീ കൊളുത്തിയിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഉള്ളിലൊക്കെ കളിച്ചത് സുരേഷ് ആയിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്ത ആളുടെ പേര് പുറത്തു കൊണ്ടുവരാണ്ട് അയാളായിരുന്നു ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് കളിച്ചത്. ഈ കാര്യങ്ങളൊക്കെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടുണ്ടായി നമ്മുടെ സഹദേവൻ ഉണ്ടല്ലോ, അയാൾക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യാണ്ടാണ് അയാളുടെ ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിയിട്ട് ജോലി തന്നെ ഉപേക്ഷിച്ചതോ. എന്നാൽ ആ കേസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൻസാരി ഇയാളെ വന്നിട്ട് മീറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം ഇനി അൻസാരിനെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് തന്നെ അപകടമാണ് എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇയാള് ആ കുഴിയിൽ വെച്ചിട്ട് അൻസാരിനെ അന്ന് കൊന്നതോ. ഇങ്ങനെ എല്ലാ തെളിവുകളും അയാളെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടുത്തെ മുതിർന്ന ഓഫീസറിന് എല്ലാം കൈമാറുകയാണ്. അതിനുശേഷം മീഡിയ ഫുൾ ആയിട്ട് ആ 2014 ഉണ്ടായ നിലമ്പൂർ കേസിനെ പറ്റിയിട്ടായിരുന്നു സംസാരം മൊത്തം. അങ്ങനെ സുരേഷും ഇപ്പോ പോലീസിന്റെ കയ്യിൽ പെടുകയാണ്. അങ്ങനെ ഈ ന്യൂസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ തന്നെ കണ്ട ടോബി എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ ചെവിയിൽ ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഈ ടൈമിൽ അവന് ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആയ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഹോം ഉണ്ട്, അവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടായ ടിവിയിലായിരുന്നു ഇവന് ഈ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായത്. അങ്ങനെ ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ടോബി ഫുള്ള് ടെൻഷൻ ആയിട്ട് എന്തോ ഒരു പേടി പോലെ ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഹോമിലുള്ള ഒരു റൂമിൽ പോയിട്ട് വാതിൽ അടിച്ചിട്ട് കരയാണ്. ഇതൊക്കെ അവിടെ തന്നെയുള്ള ഒരു സിസ്റ്റർ വാച്ച് ചെയ്യുന്നുണ്ടായി. അങ്ങനെ വാച്ച് ചെയ്തിട്ട് ഇവള് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിനായ നാൻസിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. കാര്യം അറിഞ്ഞപാട് തന്നെ നാൻസി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവൻ എന്തിനായിരിക്കും ഇങ്ങനെ പേടിച്ചിട്ട് വാതിലടിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടോബിനെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ട് ഇവൻ പറയുന്നത് നമ്മുടെ സിനിമയുടെ ഓപ്പണിംഗിൽ തന്നെ ഈ ടോബി ഒരു മരത്തിന്റെ മേലെ എന്തോ ഒരു രൂപം കണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടുണ്ടായല്ലോ, ആ നടന്ന സംഭവത്തെ പറ്റിയായിരിക്കും പറയുന്നുണ്ടായത്. അന്ന് രാത്രി തന്നെ നമ്മുടെ നാൻസിയും ഹരീഷും അവരുടെ അൻസാരിനെ ഓടിപ്പിച്ചിട്ട് പോകുന്നുണ്ടായല്ലോ, ആ ടൈമിൽ തന്നെ ആയിരിക്കും ഈ ടോബിയും ആ കാടിന്റെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇവനായിരുന്നു അത് കണ്ട ഏക ദൃക്സാക്ഷി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ടോബിക്ക് ആ സുരേഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് നീ ഇയാളെയല്ലേ കണ്ടതെന്ന് ചോദിക്കുമ്പോ അവൻ പറയും അല്ല ഞാൻ ഇയാളെയല്ല കണ്ടതെന്ന്. അപ്പോ വേറെ ആരെയാ നീ കണ്ടതെന്ന് ചോദിച്ചിട്ട് അഞ്ജലിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ അവളെയോ അല്ല കണ്ടതെന്ന് ഇവൻ റിപ്ലൈ കൊടുക്കുകയാണ്. അതും അല്ലാണ്ട് ഇവര് അപ്പൊ എന്തായി വേറൊരു ആളുടെ ഫോട്ടോ ഈ നാൻസി ടോബിക്ക് കാണിച്ചു കൊടുത്തു, ഇവളെയാണോ നീ കണ്ടതെന്ന്. അപ്പൊ ആ ഫോട്ടോ കണ്ടതും ഈ ടോബി പറയും അതെ ഞാൻ ഇയാളെ തന്നെയാണ് കണ്ടതെന്ന്, ഈ രൂപത്തെ തന്നെയാണ് ആ കാട്ടിനുള്ളിൽ ആ മരത്തിന്റെ സൈഡിൽ ഞാൻ കണ്ടതോ. ഇവന് ഭയപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് തന്നെ. പക്ഷെ ഹീറോയിൻ കാണിച്ചു കൊടുത്ത ഈ ഫോട്ടോ ആരാണെന്നുള്ള കാര്യം ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അടുത്ത സീനിൽ തന്നെ ഹസ്ബൻഡ് മരിച്ച കാരണത്തിൽ സങ്കടത്തിലിരിക്കുന്ന നമ്മുടെ അൻസാരിന്റെ വൈഫ് ഉണ്ടല്ലോ, അവളെ കാണാൻ വേണ്ടി നമ്മുടെ നാൻസി പോവുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയതും നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായ ഒരു റിങ് ഈ അൻസാരിന്റെ വൈഫിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിങ്ങിലാണ് ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ട്വിസ്റ്റ് ഉണ്ടായത്. ആ റിങ് കണ്ടതും ഈ അൻസാരിന്റെ വൈഫ് ഭയപ്പെടുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ അന്തം വിട്ട് പോകുന്ന തരത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി നമ്മളെ അൻസാരി ആ കുഴിയിൽ വീണ ശേഷം അവനെ പോയിട്ട് അടിച്ചു കൊന്നത് സുരേഷ് ആയിരുന്നില്ല. ആ സമയത്ത് ആ സ്പോട്ടില് ആ നടു കാട്ടിന്റെ ഉള്ളില് അൻസാരിന്റെ വൈഫ് ആയിരുന്നു അവളുടെ ഹസ്ബൻഡിനെയും തെരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അവള് ഒരു മരത്തിന്റെ സൈഡിൽ ഒളിഞ്ഞിരുന്നിട്ട് നോക്കുമ്പോ അവളുടെ ഹസ്ബൻഡും അവന്റെ എക്സ് ഗേൾഫ്രണ്ടും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കണ്ടത്. സഹിക്കാൻ വയ്യാണ്ട് ഈ പോലീസുകാർ വന്നിട്ട് അൻസാരിനെ തുരത്തി ഓടിച്ചിട്ട് അവൻ കുഴിയിൽ വീണല്ലോ. അതിനുശേഷം ഈ പോലീസുകാര് അവിടുന്ന് പോയതിനു ശേഷം അൻസാരിന്റെ വൈഫ് അവന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായി. ഇവിടെ പോയിട്ട് ഈ അൻസാരി അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ ഇതുവരെ മറക്കൊന്നും ചെയ്യാണ്ട് ആ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാണ്ട് അവള് തന്നെയാണ്
അവളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കാതെ കൊന്നു കളഞ്ഞത്. അപ്പോ ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം വരും, എങ്ങനെയാണ് ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. ആ കാര്യങ്ങളൊക്കെ ഈ അൻസാരിന്റെ വൈഫ് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് പിന്നില് അഞ്ജലിന്റെ ഫാദർ ആയ നമ്മുടെ സുരേഷ് ആയിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രതിയായിട്ടുണ്ടായ ആ നിലമ്പൂർ കേസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൻസാരിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അൻസാരി എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇയാൾ തന്നെ അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇയാള് നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്നത് അറിയുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഇയാൾ പ്ലാൻ ചെയ്തതാണ്. ഇപ്പോഴും ഈ അൻസാരി ഇയാളുടെ മകളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുള്ള കാര്യം അവന്റെ വൈഫ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും ഇവനെ കൊന്നു കളയുന്നുള്ള കാര്യം ഇയാൾക്ക് മുന്നേ അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളാണ് അൻസാരിന്റെ വൈഫിനെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ അൻസാരിന്റെ വൈഫ് അങ്ങോട്ടേക്ക് പോയിട്ട് ആ കുഴിയിൽ വീണെടുക്കുന്നുണ്ടായ തന്റെ ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ടുണ്ടായ ആ ടോബിന്റെ കണ്ണിൽ കാണുകയും ചെയ്തിട്ടുണ്ടായി ആ രൂപങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ടോബി ഈ കണ്ട കാര്യങ്ങളൊക്കെ നാൻസിനോട് പറയാണ്. അങ്ങനെ ഈ നാൻസി ഈ അൻസാരിന്റെ വൈഫിന് ഒരു റിങ് കൊടുത്തിട്ട് വന്നിട്ടുണ്ടായാൽ അതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ രണ്ടുപേരും ആ കേസിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ആ കാടിനുള്ളിൽ പോയല്ലോ, അന്ന് കിട്ടിയ ഒരു തെളിവായിരുന്നു ഈ മോതിരം. ആ റിങ് വേറെ ആരതും ആയിരുന്നില്ല, ഈ അൻസാരിന്റെ വൈഫിന്റെ റിങ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിങ് അൻസാരിന്റെ വൈഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളാണ് കൊലയാളി എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാം അവൾക്ക് അറിഞ്ഞു എന്നുള്ള ഒരു തരത്തില് ആ റിങ് കൊടുത്തിട്ട് വന്നത്. അങ്ങനെ അവസാനമായിട്ട് ആ നിലമ്പൂർ കേസിന്റെ പ്രതിയായിട്ടുണ്ടായ നമ്മുടെ സുരേഷിനെ ജയിലിലിടുകയാണ്. അവസാനം പിന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനും ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് ജോലിയിൽ എടുക്കുകയാണ്. ഇവർക്ക് ജോലി കിട്ടിയത് നല്ലൊരു സീനും കൂടെ കാണിച്ചിട്ട് നമ്മുടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ സിനിമക്ക് ഞാൻ കൊടുത്ത വോയിസ് ഓവർ എങ്ങനെയുണ്ട്? എന്തെങ്കിലും അക്ഷരത്തെറ്റോ അക്ഷരസ്ഫുടതയിൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പ്യുവർ മലയാളം വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുകൊണ്ട. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.